ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൗണ്ട് ആക്ടിവേറ്റഡ് സ്വിച്ച്. ചുരുക്കം പറഞ്ഞാൽ ഒരു ക്ലാപ്പ് സ്വിച്ച്. ക്ലാപ്പ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോൾ ഒന്ന് ക്ലാപ്പ് ചെയ്യുമ്പോൾ, അതായത് കൈ അടിക്കുമ്പം ഒരു സ്വിച്ച് ഓൺ ആവും, പിന്നെ ഒന്നും കൂടെ കൈ അടിക്കുമ്പം ഇത് ഓഫ് ആവും. അത്രേ ഉള്ളൂ. നമുക്ക് 230 വോൾട്ടുള്ള ഒരു ലോഡിനെ ഇത് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനും പറ്റും. എല്ലാ ഇലക്ട്രോണിക് ചാനലിലും ഈ ഒരു സർക്യൂട്ട് ഉണ്ട്, അത് ക്ലാപ്പ് ഓപ്പറേറ്റഡ് സ്വിച്ച്. പക്ഷെ എൻ്റെ ചാനലിൽ മാത്രം അതില്ല. ആരെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ അതില്ലെങ്കിൽ മോശമാണല്ലോ. അപ്പം അങ്ങനെ ഞാൻ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ സർക്യൂട്ട്. ഞാൻ തന്നെ എൻ്റെ സ്വന്തം ഡിസൈൻ തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതായത് മൈക്കിൽ നിന്ന്, കണ്ടൻസർ മൈക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൈക്കിൽ നിന്നുള്ള സിഗ്നലിനെ ഒരു പ്രീ ആംപ്ലിഫയർ ഉപയോഗിച്ച് ബൂസ്റ്റ് ചെയ്തിട്ട് നേരെ ഒരു സ്വിച്ചിലോട്ട് പിടിച്ച്, അതായത് നമ്മൾ ഡെക്കേഡ് കൗണ്ടറിൽ പിടിച്ചാൽ കൊടുക്കും. ഫേമസ് ആയിട്ടുള്ള ഡെക്കേഡ് കൗണ്ടർ CD4017 എന്ന് പറയുന്ന ഡെക്കേഡ് കൗണ്ടർ കൊടുത്ത് അതിനെ സ്വിച്ച് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇതിന്റെ പ്രീ ആംപ്ലിഫയർ നമുക്ക് പല രീതിയിൽ ഡിസൈൻ ചെയ്യാം. ഡാർലിംഗ്ടൺ പെയർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു കോമൺ എമിറ്റർ ടൈപ്പിൽ ഉണ്ടാക്കാം, പിന്നെ IC വെച്ച് ഉണ്ടാക്കാം. പക്ഷെ ഞാനിവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോമൺ എമിറ്റർ ടൈപ്പിലാണ് ഡിസൈൻ ചെയ്തത്. ഈ കോമൺ എമിറ്ററിനെ ഞാൻ കാസ്കേഡ് ചെയ്ത്, അതായത് 2 കോമൺ എമിറ്റർ ആംപ്ലിഫയറിനെ കാസ്കേഡ് ചെയ്ത് ചേർത്ത ഇതിന്റെ ഓവറോൾ ഗെയിൻ കൂട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ഡിസൈനിൽ ഇത് വർക്ക് ചെയ്യുന്നത്. നല്ല ഗെയിൻ ഉണ്ടെങ്കിലും ഫോൾസ് ട്രിഗറിങ് ഒന്നും ഇതിനില്ല കേട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ട് സാധാരണ ഒരു സറൗണ്ടിങ്ങിൽ വരുന്ന നോർമൽ സൗണ്ട് ആണെങ്കിൽ ഇത് ആക്ടിവേറ്റ് ഒന്നും ആവില്ല. നോർമൽ സൗണ്ടിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൈ പിച്ചിലുള്ള ഏതെങ്കിലും ഒരു സൗണ്ട് വരണമെങ്കിൽ അത് മാത്രമേ അവൻ ഐഡന്റിഫൈ ചെയ്യുള്ളൂ. ഈ സർക്യൂട്ട് PCBയിൽ വേണമെങ്കിലും അസംബിൾ ചെയ്യാം, അല്ലെങ്കിൽ കോമൺ ബോർഡിൽ വേണമെങ്കിലും അസംബിൾ ചെയ്യാം. ഈവൻ ഡയറക്റ്റ് ആയിട്ട് പിന്നിൽ സോൾഡർ ചെയ്താലും ഇവൻ വർക്ക് ചെയ്യും. കാരണം സാധാരണ സൗണ്ടായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഇതൊക്കെ നമുക്ക് കോമൺ ബോർഡിലോ അല്ലെങ്കിൽ ഒരു PCBയിലോ അസംബിൾ ചെയ്തില്ലെങ്കിൽ നോയ്സ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഫോൾസ് ട്രിഗറിംഗ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. മൈക്കിൽ നിന്നുള്ള സാധനം മാത്രം, അതായത് ഹൈ പിച്ചിൽ, അതായത് സറൗണ്ടിങ് നോർമൽ സൗണ്ടിൽ നിന്ന് ഹൈ പിച്ചിലുള്ള സാധനം മാത്രമേ ഇവൻ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു സർക്യൂട്ടാണ്. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് 3 ട്രാൻസിസ്റ്റർ ആണ്. BC547 എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള 3 ട്രാൻസിസ്റ്റർ. അതിൽ 2 എണ്ണമാണ് നമ്മൾ പ്രീ ആംപിന്റെ ബൂസ്റ്റിംഗ് സെക്ഷനിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ അവസാനം ഒരു BC547 നമ്മൾ റിലേ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി, സ്വിച്ചിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്തേക്കുന്നു. ഇതിന്റെ ഫുൾ സ്കിമാറ്റിക് ഡയഗ്രാം വീഡിയോയുടെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതിന് മാത്രമല്ല ആ സർക്യൂട്ടിന്റെ എക്സ്പ്ലനേഷനും ഞാൻ അവിടെ പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്.
ഇതിൻ്റെ സർക്യൂട്ട് ഒന്ന് നോക്കാം. ഇതാണ് ഫുൾ സ്കീമാറ്റിക് ഡയഗ്രാം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം കണ്ടൻസർ മൈക്രോഫോണിൻ്റെ ഇൻപുട്ട് നേരെ എടുത്ത് ഒരു BC547 ബേസിൽ കൊടുത്തേക്കുന്നു. അത് കോമൺ എമിറ്ററിലാണ് വയർ ചെയ്തേക്കണം. അതിൻ്റെ കളക്ടർ എടുത്ത് അടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ കൊടുത്തേക്കുന്നു. അതും കോമൺ എമിറ്ററിലാണ് വയർ ചെയ്തേക്കണം. അതാണ് ഞാൻ പറഞ്ഞത് കാസ്കേഡ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഒന്നിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്തേക്ക് കൊടുത്തേക്കുന്നു. എന്നിട്ട് ഇതിൻ്റെ കളക്ടർ എടുത്ത് CD4017 14th പിൻ, അതായത് ക്ലോക്ക് പൾസ് പിന്നിലായിട്ട് കൊടുത്തേക്കുന്നു. ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളൊരു 0.1 MFTയുടെ കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനെന്ന് പറയാമോ? അതൊരു ഫിൽറ്ററിങ് കപ്പാസിറ്റർ ആക്ട് ചെയ്യുന്നത്. അതായത് പൾസസ് മാത്രമേ 14th പിന്നിൽ കിട്ടുള്ളൂ. ബാക്കി ഉള്ളതൊക്കെ അതായത് നമുക്കൊരു AC കണ്ടൻസർ മൈക്കിൽ നിന്ന് വരുന്ന ഒരു AC സിഗ്നൽ ആണല്ലോ. ആ AC സിഗ്നൽ ബൂസ്റ്റ് ചെയ്ത് 14th പിന്നിലെത്തും. പക്ഷെ നമുക്ക് അവിടെ ഒരു പൾസസ് ആണ് ആവശ്യം. ആ പൾസ് ഉണ്ടാക്കാൻ വേണ്ടി AC കമ്പോണന്റിനെ മുഴുവൻ ബൈപ്പാസ് ചെയ്തിട്ട് DC കമ്പോണന്റിനെ മാത്രം അവിടെ ഫിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു പൾസ് പോലെ കിട്ടും. ഒരു എന്താ പറയുക, ഒരു പീക്ക് പൾസ് പോലെ ഒരു സിഗ്നൽ ആയിരിക്കും അവിടെ കിട്ടുന്നത്. അതിനുവേണ്ടിയാണ് ആ 0.1 MFT കപ്പാസിറ്റർ അവിടെ ഇട്ടേക്കുന്നത്. പിന്നെ ഇത് ഡെക്കേഡ് കൗണ്ടറിന്റെ ഔട്ട്പുട്ട് നോക്കിക്കോ. 4th പിന്നെടുത്ത് 15th പിന്നിലാണ് ഇടുന്നത്. അതായത് രണ്ടാമത്തെ സിഗ്നൽ എടുത്ത് 15th പിൻ, അതായത് റീസെറ്റ് പിന്നിലാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇത് സ്വിച്ചിങ് ആയിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോയും സർക്യൂട്ടും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ഈ സർക്യൂട്ടിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാൻ മടിക്കല്ലേ. മാത്രമല്ല, നിങ്ങൾക്ക് ഈ സർക്യൂട്ടും വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കണം, കൊള്ളാമെന്ന് കമൻറ്റ് ചെയ്തേക്കണം. കാരണം അത് വായിക്കുന്ന എനിക്കും ഒരു സന്തോഷമാണ്. പിന്നെ ഞാൻ ഇപ്പം കണക്ട് ചെയ്യുന്നത് 230 വോൾട്ടിൻ്റെ ലോഡാണ്. നിങ്ങൾക്ക് എന്ത് ലോഡ് വേണമെങ്കിലും ഇതിനകത്ത് കണക്ട് ചെയ്യാം. ഒരു LED ബൾബ് കണക്ട് ചെയ്യാം, ഫാൻ വേണമെങ്കിൽ കണക്ട് ചെയ്യാം, TV വേണമെങ്കിൽ കണക്ട് ചെയ്യാം, ഹീറ്റർ വേണമെങ്കിൽ കണക്ട് ചെയ്യാം, എന്ത് വേണമെങ്കിലും ഇതിനകത്ത് കണക്ട് ചെയ്യാം. പക്ഷേ ഞാൻ ടെസ്റ്റിങ്ങിന് ഒരു 60 വാട്ടിൻ്റെ ഇൻകാൻഡിസെൻ്റ് ലാമ്പ്, സാധാ ബൾബ് ആണ് യൂസ് ചെയ്യണത്. അപ്പം ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തില്ലേ, ഞാൻ ഇപ്പോൾ എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ കണ്ടൻസർ മൈക്കിന് പവർ ചെയ്തതിന് ശേഷം കണ്ടൻസർ മൈക്കിൻ്റെ അടുത്ത് നിന്നും ക്ലാപ്പ് ചെയ്യും, സ്റ്റുഡിയോയുടെ കോർണറിൽ നിന്നും ക്ലാപ്പ് ചെയ്യും. കാരണം വെച്ചാൽ ഇത് ഓടി നടന്നാണ് ഞാൻ ക്ലാപ്പ് ചെയ്യുന്നത്, പലയിടത്തു നിന്നും ക്ലാപ്പ് ചെയ്യും. അപ്പോൾ ഒരിടത്ത് പോലും ഇത് ഫോൾസ് ട്രിഗറിങ് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആദ്യമായിട്ട് ഇത് അസംബിൾ ചെയ്തപ്പോൾ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു സർക്യൂട്ടിൽ. അതൊക്കെ മാറ്റി പെർഫെക്റ്റ് ആയിട്ടുള്ള സർക്യൂട്ടാണ് ഇപ്പം ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത്. സർക്യൂട്ട് ഡയഗ്രാം പെർഫെക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.